നമസ്കാരം. ട്രിവാൻഡ്രം പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രഫാസ് വഞ്ഞാറമൂടാണ്. നമുക്ക് നല്ലൊരു വീട്, പ്രീമിയം ലക്ഷറി ആയിട്ടുള്ളൊരു വീട് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. 2800 സ്ക്വയർ ഫീറ്റ് അടങ്ങിയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള കണ്ടംപററി സ്റ്റൈലിലുള്ളൊരു വീടാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു ഹൗസ് ലൊക്കേറ്റ് ചെയ്യുന്നത് പേരൂർക്കടയിൽ നിന്നും 1.25 കിലോമീറ്റർ മാറിയിട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് മെയിൻ റോഡിലേക്ക് പോകാൻ 500 മീറ്റർ മാത്രമേ വരുന്നുള്ളൂ. അതിമനോഹരമായിട്ടുള്ള ലക്ഷറി ആയിട്ടുള്ളൊരു ഹൗസാണ് നമ്മുടെ ഈ ഒരു ഹൗസ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഹൗസ് നിർമ്മിച്ചിരിക്കുന്നത് മിനിമാലിസ്റ്റിക് സ്റ്റൈൽ രീതിയിലുള്ള ഒരു മോഡലിലാണ് നമ്മുടെ ഈ ഒരു ഹൗസ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു വീട് വരുന്നത് 2800 സ്ക്വയർ ഫീറ്റ് അടങ്ങിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീട് പൂർണ്ണമായും റെഡ് ബ്രിക്സിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ ഈ വീട് പൂർണ്ണമായും വാസ്തുപ്രകാരം നിർമ്മിച്ചതാണ്. അതുപോലെ തന്നെ കിഴക്ക് ദർശനമാണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ സ്ലൈഡിങ്ങോട് കൂടിയുള്ളൊരു ഗേറ്റാണ് ഇതേ ഈ ഭാഗത്തായിട്ട് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് ഭാഗം നല്ല അത്യാവശ്യം സ്പേസ് തരുന്ന രീതിയിലുള്ളൊരു ഫ്രണ്ടാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഉള്ളത്. നമുക്ക് ഈ ഒരു വീടിൻ്റെ കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് വരുമ്പോൾ അതിവിശാലമായിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് ഏരിയ തന്നെ ഇതേ ഇവിടെ ഉണ്ട്. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു വലിയ വണ്ടി XUV-യോ ഇന്നോവയോ പോലുള്ളൊരു കാർ ഇടാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് 2 ചെറിയ വണ്ടി കൂടി ഇടാൻ കഴിയും. അതായത് നമുക്കൊരു 3 കാർ പാർക്കിംഗ് ഏരിയ നമുക്ക് ഈ ഒരു വീടിന് നൽകുന്നുണ്ട്. നമുക്ക് ഈ ഒരു വീടിൻ്റെ വാട്ടർ അക്സസിബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കോർപ്പറേഷൻ പൈപ്പിൻ്റെ പൈപ്പ് കണക്ഷനാണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് വീടിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം അതിവിശാലമായിട്ടുള്ളൊരു ഏരിയ തന്നെ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എല്ലാം നല്ല ഒരു നാച്ചുറലായിട്ടുള്ളൊരു ഫീലാണ് നമുക്ക് ഈ ഒരു ഹൗസിൻ്റെ ഫ്രണ്ട് ഭാഗത്തെല്ലാം ലഭിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ചെടികളും അതുപോലെ തന്നെ ചെറിയ ചെറിയ സസ്യങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ച് വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് ഭാഗം നിലനിൽക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ചെടികൾ കൊണ്ട് നിർമ്മിച്ച് ഉള്ള ഒരു ഫ്രണ്ട് മുറ്റമാണ് നമുക്ക് ഈ ഒരു ഹൗസിൽ കിട്ടുന്നത്. നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല ചെടികളും കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്ത് വരുന്നത്. അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ എല്ലാം നല്ല ഒരു പെബിൾ ഗാർഡൻ സ്റ്റോൺ കൊണ്ടാണ് ഈ ഭാഗത്തൊക്കെ എല്ലാം ഫില്ല് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഹൗസിൻ്റെ ഫ്രണ്ട് ഭാഗം ഈ ഭാഗത്തും നമുക്ക് ചെടികളും കാര്യങ്ങളൊക്കെ കൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫ്രണ്ട് ഭാഗമാണ് നമുക്ക് ഈ ഒരു ഭാഗത്തും ലഭിക്കുന്നത്. നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ അതിവിശാലമായിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ഏരിയ തന്നെ ഇതേ ഈ ഭാഗത്ത് നൽകുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ വളരെ നാച്ചുറലായിട്ടുള്ള രീതിയിലുള്ളൊരു ചെടി അതുപോലെ തന്നെ സ്റ്റോണ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ ഈ ഒരു ഭാഗത്തെ ഇൻറ്റീരിയർ ലൈറ്റൊക്കെ എല്ലാം വളരെ ഭംഗിയിലാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ ഇവിടുത്തെ ഡോർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിവിശാലമായിട്ടുള്ള വലിയ ജനൽ പാളിയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ലഭിക്കുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല ഒരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയ തന്നെ നമുക്ക് സിറ്റ് ഔട്ട് ഭാഗത്ത് നൽകുന്നു. നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഡബിൾ ഡോറോട് കൂടിയുള്ളൊരു ഡോറാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ നമുക്ക് തേക്കിൽ തീർത്തിട്ടുള്ളൊരു വുഡാണ് നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ലൈറ്റ് കാര്യങ്ങളാണ് ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയുള്ള ലൈറ്റാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ചെടികളെല്ലാം വെച്ച് നാച്ചുറലായിട്ടുള്ളൊരു രീതിയിലാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത്. അതുപോലെ നമുക്ക് വീടിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴും വലിയ ജനൽപ്പാളിയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ലഭിക്കുന്നത്. നമുക്ക് വീടിൻ്റെ ഉൾക്കാഴ്ചകളിലേക്ക് പോകാം. നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ മനോഹരമായിട്ടുള്ള ഡിസൈനിലുള്ള ഒരു ഡോർ സൈഡാണ് കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് തേക്കിൻ്റെ വുഡാണ്. നമുക്ക് വീടിൻ്റെ ഉൾക്കാഴ്ചകളിലേക്ക് പോകാം.
നമ്മുടെ ഈ ഒരു ലക്ഷറി വീട് വരുന്നത് 2800 സ്ക്വയർ ഫീറ്റ് അടങ്ങിയിട്ടുള്ളതാണ്. അതുപോലെ 6 സെന്റിലാണ് നമ്മുടെ ഈ ഒരു മനോഹരമായിട്ടുള്ളൊരു വീട് പണിഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ 4 ബെഡ്റൂമാണ് വരുന്നത്. താഴെ 2 ബെഡ്റൂമും അതുപോലെ തന്നെ മുകളിൽ 2 ബെഡ്റൂമും കൂടാതെ ഒരു സിറ്റ് ഔട്ട്, ഒരു വിശാലമായിട്ടുള്ള ഹാള്, ഒരു കിച്ചൺ, ഒരു കോമൺ ബാത്റൂം, ഇത്രയാണ് നമുക്ക് ഈ ഒരു ഹൗസിൽ വരുന്നത്. കൂടാതെ നമ്മുടെ ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത് പൂർണ്ണമായും തേക്കിൻ്റെ തടിയിലാണ്. നമുക്ക് ഈ ഒരു വീടിൻ്റെ ഹാളിലേക്ക് വരുമ്പോൾ അതിവിശാലമായിട്ടുള്ളൊരു ഹാള് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ലൈറ്റ്, നല്ലൊരു ഡിസൈനിലുള്ള ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്തൊക്കെ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ നമുക്ക് ഈ ഒരു ഹാളിൻ്റെ ഭാഗത്ത് വളരെ വലിയ ഒരു ജനൽ പാളിയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ കഴിയുന്നത്. നല്ല കണ്ടംപററി സ്റ്റൈലിലുള്ള ഒരു ജനലാണ് ഈ ഭാഗത്തൊക്കെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഭാഗത്തും നമുക്ക് വളരെ വലിയ കണ്ടംപററി സ്റ്റൈലിലുള്ള ഒരു ജനലാണ് ഈ ഭാഗത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനോഹരമായിട്ടുള്ള ഫ്രണ്ട് ഭാഗത്തെ ഫുള്ള് കാഴ്ചകളെല്ലാം കാണാനായിട്ട് കഴിയും. അതുപോലെ നമുക്ക് നല്ല ഒരു എയർ ഫ്രഷ്നസും അതുപോലെ തന്നെ നമുക്ക് നല്ല ഒരു വെളിച്ചവും നമുക്ക് ഈ ഒരു വീട്ടിലേക്ക് എത്താനായിട്ട് ഈ ഒരു ജനൽപ്പാളികളെല്ലാം സഹായിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് വീടിൻ്റെ ഹാളിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു TV യൂണിറ്റ് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കൂടി നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നു. അതുപോലെ നമുക്ക് ഈ ഒരു ഹാളിൻ്റെ ഫോൾ സീലിംഗ് ഒക്കെ എല്ലാം വളരെ മനോഹരമായിട്ടുള്ള ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഒരു വെറൈറ്റി ഡിസൈനിലാണ് നമുക്ക് ഈ ഒരു ഭാഗത്തെ ഫോൾ സീലിംഗ് ഒക്കെ എല്ലാം കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു ഹാളിൻ്റെ ഫ്ലോർ ചെയ്തിരിക്കുന്നത് അൾട്രാ ലക്ഷറി പ്രീമിയം ടൈൽസ് യൂസ് ചെയ്തിട്ടാണ്. അതിലുള്ളൊരു ക്വാളിറ്റി കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഹൗസിന് ലഭിക്കുന്നു. അതുപോലെ നമുക്ക് ഈ ഒരു ഭാഗത്തോട് ചേർന്ന് നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് കൂടി വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഹാളിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു വാഷ് സ്പേസ് ഈ ഭാഗത്തായിട്ട് വരുന്നുണ്ട്. അതുപോലെ ഇതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു ടച്ച് മിറർ ഗ്ലാസ് വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു വീടിൻ്റെ ഹാളിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ നല്ല ഒരു കളറാണ് ഇവിടെ പെയിൻറ് യൂസ് ചെയ്തിരിക്കുന്നത്. റിച്ച് ക്രീം കളറാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിലുള്ള കളറും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു വീടിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഹാളിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ നല്ല ഒരു ലൈറ്റ് ഡിസൈനൊക്കെ ഈ ഭാഗത്ത് വരുന്നുണ്ട്. വളരെ ഭംഗിയിലുള്ളൊരു ലൈറ്റ് കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വാളിനോട് ചേർന്ന് നല്ലൊരു ഡിസൈനുള്ള ലൈറ്റ് വരുന്നു. നമുക്ക് ഹാളിലേക്ക് വരുമ്പോൾ നമുക്ക് 2 ഫാൻ, നല്ല രണ്ട് പ്രീമിയം ക്വാളിറ്റിയുള്ള ഹാവൽസിൻ്റെ ഫാനാണ് ഈ ഭാഗത്തൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്ത് ഹാളിൽ നിന്ന് വരുമ്പോൾ തന്നെ നമുക്ക് ഒരു വാഷ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഈ ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് വരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു നല്ലൊരു ഡിസൈനിലാണ് നമുക്ക് ഈ ഭാഗമൊക്കെ എല്ലാം ചെയ്തിരിക്കുന്നത്. നമുക്ക് ഹാളിൽ നിന്ന് കയറുമ്പോഴുള്ള ഓപ്പൺ കിച്ചണാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത്. നമുക്ക് ഈ ഒരു കിച്ചൺ സൈഡിലേക്ക് വരുമ്പോൾ സ്റ്റോറേജ് സ്പേസ് എടുത്ത് പറയേണ്ട ഒന്നാണ്. അതുപോലെ നമുക്ക് ഈ സ്റ്റോറേജ് സ്പേസ് എല്ലാം ഓപ്പൺ ചെയ്യുന്നതിന് വളരെ എളുപ്പമാണ്. നമുക്ക് ഈ ഒരു കിച്ചൺ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ കിച്ചൺ ഭാഗം ഓപ്പൺ ചെയ്യാൻ വളരെ എളുപ്പത്തിലുള്ള ഒരു ഹാൻഡിൽ ഭാഗമാണ് നമുക്ക് വരുന്നത്. നല്ല പയ്യ നമുക്ക് ഡോറ് തുറക്കാൻ കഴിയത്തക്ക രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഡോറ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ വളരെ പതുക്കെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഇത് ഓട്ടോമേഷനാണ്. ഓട്ടോമാറ്റിക്കായിട്ട് ഇതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഈ ഒരു കിച്ചൺ സ്റ്റോറേജ് ഭാഗം ഓപ്പൺ ചെയ്ത് പോകും. നമുക്ക് കിച്ചൺ സൈഡിലേക്ക് വരുമ്പോൾ നമുക്കൊരു വാഷ് സ്പേസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു വാഷ് സ്പേസിൽ നമുക്ക് വാട്ടറിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് നോർമലായിട്ടുള്ള ഇതേ രീതിയിലുള്ളൊരു ഫ്ലോ കുറഞ്ഞുള്ള രീതിയിലുള്ളൊരു വാട്ടർ വരുന്നുണ്ട്. നമുക്ക് പാത്രം കാര്യങ്ങളൊക്കെ എല്ലാം കഴുകുന്നതിന് വളരെ അനുയോജ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു ഷവർ രീതിയിലുള്ളൊരു വാട്ടറാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ നമുക്ക് ഈ ഒരു പൈപ്പ് യൂസ് ചെയ്യാൻ കഴിയും. അതായത് നോർമൽ രീതിയിൽ യൂസ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഷവർ രീതിയിൽ
ഈ രീതിയിൽ നമുക്ക് ഈ ഒരു പൈപ്പ് യൂസ് ചെയ്യാനായിട്ട് കഴിയും. നമുക്ക് കിച്ചൺ സൈഡിലേക്ക് വരുമ്പോൾ അതിവിശാലമായിട്ടൊരു സ്പേസ് തന്നെ ഇതാ ഈ ഭാഗത്ത് വരുന്നുണ്ട്. നമുക്ക് കണ്ടാൽ ചെറിയൊരു ഭാഗമാണെന്ന് തോന്നും, പക്ഷേ നമുക്കിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ ഭാഗത്തൊക്കെ എല്ലാം വലിയ രീതിയിലുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞത് റോളബിൾ ആണ്, അതുപോലെ തന്നെ മൂവിങ് ആയിട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇത്രയും സ്പേസ് ഓപ്പൺ ആണെങ്കിൽ കൂടി നമുക്ക് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്രയും ഭാഗം കിച്ചൺ സ്പേസ് കിട്ടത്തക്ക രീതിയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു സ്പേസ് ആണ്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് റാക്കുകളായിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗവും എല്ലാം തന്നെ നമുക്ക് റാക്കായിട്ട് വരുന്നു. ഈ ഒരു ഭാഗം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം. കൂടാതെ തന്നെ നമുക്ക് ഒരു കിച്ചണിലേക്കുള്ള വെജിറ്റബിൾസ് മറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം ഈ ഒരു ഭാഗത്ത് സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് കഴിയും. കൂടാതെ തന്നെ നമുക്ക് മുകൾ ഭാഗത്ത് ഒരു സ്റ്റോറേജ് സ്പേസ് ഇങ്ങനെ വരുന്നുണ്ട്. ഈ ഭാഗത്ത് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു ഭാഗം തന്നെ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് നമുക്ക് ഈ ഒരു കിച്ചണിൽ യൂസ് ചെയ്യാനായിട്ട് കഴിയും. നമുക്ക് കിച്ചൺ സൈഡിലേക്ക് വരുമ്പോൾ ഈ ഭാഗത്ത് സ്റ്റോറേജ് സ്പേസിൻ്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ ഈ ഭാഗത്ത് നല്ല ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്ലോ ഡൗൺ രീതിയിലുള്ള ഒരു രീതിയാണ് നമുക്ക് ഈ ഒരു ഡോറിൽ വരുന്നത്. ഇങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്ലോ ആയിട്ട് മാത്രമേ പോകത്തുള്ളൂ. ഇതുപോലെ സ്ലോ ആയിട്ട് മാത്രമേ പോകത്തുള്ളൂ. നമുക്ക് കിച്ചൺ ഭാഗത്തിൽ നിന്ന് ഒരു സ്റ്റോറേജ് സ്പേസ് ഈ ഭാഗത്ത് വരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റോറേജ് സ്പേസിൽ നിന്നും പുറത്തോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ഈ ഭാഗത്തായിട്ട് ഒരു കോമൺ ബാത്റൂം വരുന്നു. അത് ഈ ഭാഗത്തായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഹാളിൽ നിന്ന് കയറുമ്പോഴുള്ള ആദ്യത്തെ ബെഡ്റൂമാണ് നമ്മുടെ ഈ ഒരു ബെഡ്റൂം. അതിവിശാലമായിട്ടുള്ളൊരു ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തെ ടൈൽസ് യൂസ് ചെയ്തിരിക്കുന്നത് പ്രീമിയം ക്വാളിറ്റിയിലുള്ള ടൈൽസാണ് ഈ ഭാഗത്തൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വളരെ മനോഹരമായിട്ടുള്ള ഒരു ലൈറ്റിംഗ് ആണ് കാണാനായിട്ട് കഴിയുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഡ്രസ്സിംഗ് ടേബിൾ നമുക്ക് ഈ ഒരു റൂമിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ഒരു അലമാര, നല്ല ഡിസൈനിലും അത്യാവശ്യം സ്റ്റോറേജ് ലഭിക്കത്തക്ക രീതിയിലുള്ളൊരു അലമാരയാണ് നമുക്ക് ഈ ഒരു ഹൗസിന് വരുന്നത്.
നമ്മുടെ ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്ന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസ് ആണ് നമുക്ക് ഈ ഒരു ബാത്റൂമിൻ്റെ സൈഡിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ബാത്റൂമിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ജാഗോറിൻ്റെ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ടോയ്ലറ്റ് എന്ന് പറയുന്നത് വാൾ മൗണ്ട് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് സിസ്റ്റമാണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ അത്യാവശ്യം ബാത്റൂമിൽ ടോയ്ലറ്ററീസ് എല്ലാം വയ്ക്കാൻ കഴിയത്തക്ക രീതിയിലുള്ളൊരു സ്പേസ് വരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തും നമുക്കൊരു ടോയ്ലറ്ററീസ് വയ്ക്കാൻ കഴിയത്തക്ക രീതിയിലുള്ള ഒരു സ്പേസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് പ്രീമിയം ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് മാത്രമാണ്. നമ്മുടെ ഈ ഒരു വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂം. അതിവിശാലമായിട്ടുള്ളൊരു സ്പേസ് തന്നെ നമുക്ക് ഈ ഒരു ബെഡ്റൂമിന് വരുന്നു. അതുപോലെ തന്നെ ഫോൾ സീലിംഗ് ഒക്കെ ഇല്ല, നല്ല ഒരു മോഡേൺ രീതിയിലുള്ള ഒരു ഡിസൈനാണ് നമുക്ക് ഈ ഒരു ഫോൾ സീലിങ്ങിലെല്ലാം കാണാനായിട്ട് കഴിയുന്നത്. നമുക്ക് ഈ ഒരു വീടിൻ്റെ സ്റ്റോറേജ് സ്പേസിലേക്ക് വരുമ്പോൾ നല്ല ഒരു ഡിസൈനുള്ള അലമാര വരുന്നു. അതുപോലെ തന്നെ നല്ല ഒരു സ്റ്റോറേജ് സ്പേസാണ് നമുക്ക് ഈ ഒരു ഭാഗത്തും വരുന്നത്. ഇവിടുത്തെ ഫ്ലോറ് ഹൈ ക്വാളിറ്റി പ്രീമിയം രീതിയിലുള്ള ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു റൂമിനോട് ചേർന്ന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നു. നമുക്ക് ഈ ടോയ്ലറ്റ് ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ വാൾ മൗണ്ട് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് സിസ്റ്റമാണ് ഈ ഭാഗത്ത് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ടോയ്ലറ്ററീസ് എല്ലാം വയ്ക്കാൻ കഴിയത്തക്ക രീതിയിലുള്ളൊരു സ്പേസ് നമുക്ക് ഈ ഒരു ബാത്റൂമിനോട് ചേർന്ന് വരുന്നു. നമുക്ക് ഈ ഒരു മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല ഡിസൈനിലുള്ളൊരു സ്റ്റെയർ കേസ് ഈ ഭാഗത്തായിട്ട് വരുന്നു. സ്റ്റെയർ കേസിൻ്റെ സൈഡിലെല്ലാം നല്ല ഡിസൈനിലുള്ള ഒരു ലൈറ്റിംഗ് ആണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഈ ഒരു മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ 2 ബെഡ്റൂമാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത്, ഈ ഒരു ഭാഗത്തായിട്ടാണ് മറ്റേ ബെഡ്റൂം വരുന്നത്. മുകൾ ഭാഗത്തേക്ക് വരുമ്പോഴുള്ള ആദ്യത്തെ ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂം. അത്യാവശ്യം വളരെ വലിയ ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ലഭിക്കുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ ഫോൾ സീലിംഗ് എല്ലാം വളരെ ബ്യൂട്ടി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു റൂമിനോട് ചേർന്ന് ഒരു നല്ല ഡിസൈനിലുള്ളൊരു അലമാര വരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു റൂമിനോട് ചേർന്ന് നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇവിടെ ജാഗോറിൻ്റെ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്.
ഭാഗത്തേക്ക് വരുമ്പോഴുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണിത്. ഇവിടെ നല്ല ഒരു വിശാലമായിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബെഡ്റൂമിന് 2 ഫാൻ വരുന്നുണ്ട്. 2 ഫാനാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂമിന്, ഈ ഒരു വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂമിന് വരുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്ക് ഇവിടെ നിന്നുള്ള കാഴ്ചകളെല്ലാം വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളെല്ലാം നമുക്ക് ഈ ഒരു റൂമിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് കാണാനായിട്ട് കഴിയും. അതിവിശാലമായിട്ടുള്ള വലിയ രീതിയിലുള്ളൊരു വിൻഡോയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു റൂമിൽ ഹാളിലൊക്കെ ഇട്ടിരിക്കുന്നത് പോലെയുള്ളൊരു മോഡേൺ രീതിയിലുള്ള ലൈറ്റാണ് ഈ ഭാഗത്ത് നമുക്ക് ഈ ഒരു ബെഡ്റൂമിലും യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്ന് നമുക്കൊരു ബേസിക് ആയിട്ടൊരു അലമാര വരുന്നുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് എല്ലാം നൽകുന്ന രീതിയിലുള്ളൊരു കളർ കോമ്പിനേഷനിലുള്ള ഒരു അലമാരയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂമിന് വരുന്നത്. ഈ ഒരു ബാത്റൂം എന്ന് പറയുന്നത് അതിവിശാലമായിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ എല്ലാം നമുക്ക് ജാഗോറിൻ്റെ മെറ്റീരിയൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വെറ്റ് ആൻഡ് ഡ്രൈ രീതിയിലുള്ളൊരു ഫ്ലോറാണ് നമുക്ക് ഈ ഒരു ബാത്റൂമിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് നമുക്കൊരു ബാത്റൂമിൽ നിന്നും വാട്ടർ കാര്യങ്ങളൊക്കെ എല്ലാം നല്ല രീതിയിലുള്ള പോകാനുള്ളൊരു സ്പേസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ബാത്റൂമിന് വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു വീടിൻ്റെ ബാൽക്കണി സൈഡിലേക്ക് വരുമ്പോൾ അതിവിശാലമായിട്ടൊരു ബാൽക്കണി സൈഡ് തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നല്ല ഡിസൈനിലുള്ള രീതിയിലുള്ള ഒരു സ്പേസ് ആണ് ലഭിക്കുന്നത് തന്നെ. അതുപോലെ തന്നെ ഈ ഭാഗത്ത് നമുക്കൊരു ഗ്ലാസ് മെറ്റീരിയൽ, നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ഗ്ലാസ് മെറ്റീരിയലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. എടുത്ത് പറയേണ്ട മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു സീനറി തന്നെയുണ്ട്. നമുക്ക് നല്ല നല്ല വീടുകളും അതുപോലെ തന്നെ നല്ല കാഴ്ചകളെല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നമുക്ക് നല്ല ഒരു എയർ ഫ്രഷ്നസ് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. നല്ലൊരു കാറ്റും അതുപോലെ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത്. നമുക്ക് മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ ബാൽക്കണി കൂടാതെ ഈ ഭാഗത്ത് നമുക്ക് സ്റ്റെയർകേസിൻ്റെ ഭാഗത്തായിട്ട് അത്യാവശ്യം ഒരു സ്പേസ് വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗം നമുക്കൊരു വാഷിംഗ് മെഷീൻ വയ്ക്കാൻ കഴിയത്തക്ക രീതിയിലുള്ളൊരു സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗം തന്നെ ഒരു ഓപ്പൺ സ്പേസ് ആയിട്ട് ടീ ടേബിളൊക്കെ ഇട്ട് ഒരു ഓപ്പൺ സ്പേസ് ആയിട്ട് നമുക്ക് ഈ ഒരു ഭാഗം യൂസ് ചെയ്യാനായിട്ട് കഴിയും. എന്തായാലും നമ്മുടെ ഈ ഒരു വീട്, ലക്ഷറി ആയിട്ടുള്ള ഈ ഒരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക.
നിങ്ങളൊരു ലാൻഡ് ഓണർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഒരു ഹൗസ് ഓണർ ആയിക്കോട്ടെ, നിങ്ങളുടെ വീട് അല്ലെങ്കിൽ വസ്തു എളുപ്പത്തിൽ വിൽക്കുന്നതിന് താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക.